കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച ആ കേസിൽ വഴിത്തിരിവ്. മരിച്ച സോന പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടം നടന്ന ദിവസം വൈകുന്നേരം ആണ് സോന ഈ പെട്രോൾ വാങ്ങിപ്പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സോന പെട്രോൾ പമ്പിൽ എത്തുന്നതും പെട്രോൾ പമ്പിലെത്തി പെട്രോൾ വാങ്ങുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. എന്തിനാണ് സോന കാർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ പെട്രോൾ പമ്പിൽ പോയി തന്നെ പെട്രോൾ വാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സമയത്ത് ദൃശ്യങ്ങളിൽ സോനയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മീൻസ് ആ കുടുംബത്തിൽ വേറെ ആരുമില്ല. സോന പെട്രോൾ വാങ്ങിയതിനു ശേഷം ആ കന്നാസുമായിട്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അപകടം നടന്ന ദിവസം വൈകുന്നേരമാണ് സോന നടന്നു പോകുന്നു. പെട്രോൾ വാങ്ങിയതിനു ശേഷം സോന നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ സമയത്ത് സോനയോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. തീപിടിച്ച കാറിനകത്ത് പെട്രോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. സുനിൽ തോമസ്, ഈ ദൃശ്യങ്ങളും അപകടത്തിന്റെ കാരണവും നമ്മൾ കൂട്ടി വായിച്ചാൽ സോനയാണ് ഈ കാറിൽ പെട്രോൾ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് സോനയുടെ ഭർത്താവോ മറ്റാരുമോ ഈ പെട്രോൾ പമ്പിൽ ഇല്ല എന്നതും കാണാം. അങ്ങനെയാണെങ്കിൽ സോന ഇത് എന്തിനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? സുനിൽ തോമസ്. അരുകുമാർ, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മേപ്പൂർ പോലീസ് ഉള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കുക, കാറിന് തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ടിലൂടെയല്ല. ഫോറൻസിക് പരിശോധന കണ്ടെത്തിയതുപോലെ തന്നെ പെട്രോൾ കത്തിയതാണെന്ന നിഗമനത്തിലേക്ക് എത്താം. കാരണം ക്യാനിൻ്റെ ഒരു അടപ്പ് കാറിനുള്ളിൽ നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് ഈ അപകടമുണ്ടായ വെള്ളിയാഴ്ച, ഈ കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 7:30-ക്കാണ് നടുവണ്ണൂരുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് സോന ഒരു സഞ്ചിക്കകത്ത് ക്യാനുമായി നടന്നു വരുന്നു. അവിടെ നിന്ന് പെട്രോൾ ആ ക്യാനിനകത്ത് നിറയെ വാങ്ങുന്നു. തിരിച്ചു പോകുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പോലീസ് ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് വീട്ടുകാരുടെ മൊഴി എടുത്തിട്ടുണ്ട്. വീട്ടുകാർ സോന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് സോന ഒറ്റയ്ക്ക് വന്ന് പെട്രോൾ വാങ്ങിയത്? ഇനി ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയതാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് വാങ്ങിപ്പോയതാണോ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത്. ഏതായാലും പിൻ സീറ്റിലാണ് സോന ഇരുന്നത്. ഈ പെട്രോൾ ക്യാൻ തന്നെ ആയിരിക്കാം ആ കാറിനകത്ത് തീ പിടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പെട്രോൾ ക്യാനിന് എങ്ങനെ തീ പിടിച്ചു? തീ കൊളുത്തിയതാണോ അല്ലെങ്കിൽ തീ പിടിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് എന്തിനും അങ്ങനെ ചെയ്തു? അത് ആര് ചെയ്തു? കാറിൽ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. സോനയും ഭർത്താവുമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവ് ഡ്രൈവിംഗ് സീറ്റിൽ മുന്നിലായിരുന്നു. സോന പുറകിൽ പിൻസീറ്റിലാണ് ഉണ്ടായിരുന്നത്. പിൻസീറ്റിൽ നിന്നാണ് തീ പിടിച്ചത്. ഈ തീ കൊളുത്തിയതാണോ അല്ലെങ്കിൽ തീ തനിയെ പിടിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യത്തിനും കൂടി ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഏതായാലും സോനയുടെ കുടുംബം ദുരൂഹത ഈ തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. വലിയ സ്ഫോടന ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 7:30 മണിക്ക് ശേഷമാണ് പുറത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സോനയുടെ ഭർത്താവ് വന്ന് സോനയെ ബന്ധുവീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് പോയതെന്ന് പറയുന്നുണ്ട്. രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മേപ്പൂർ പോലീസ് വടകര DYSPയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളും സൈബർ തെളിവുകളും പോലീസ് ശേഖരിക്കുകയാണ്. ഭർത്താവ് തീവ്ര പരിചരണ വിഭാഗത്തിൽ പൊള്ളലേറ്റ് കിടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഇനിയും ഇതിൽ ചുരുളഴിയാനുള്ള കുറെ ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ടായിരുന്നു. ഓക്കെ, എന്തിനാണ് സോന പെട്രോൾ ഒരു കന്നാസിൽ കരുതി പോയത്? അത് സോന തന്നെയാണോ വാങ്ങിയത്? സോനയുടെ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് സോന പോയി പമ്പിൽ പോയി വാങ്ങിയതാണോ? ഇത്തരം കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് ഷോർട്ട് സർക്യൂട്ട് മൂലം സംഭവിച്ച ഒരു അപകടമല്ല എന്നുള്ളതാണ്. കരുതിക്കൂട്ടിയാണെങ്കിൽ ആര് എന്തിനു വേണ്ടി ചോദ്യങ്ങളുണ്ട്.